കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് മുമ്പായി ചില താരങ്ങളുടെ കരാർ പുതുക്കാൻ ആഗ്രഹിച്ചിരുന്നു. നവോച്ച സിംഗ്, ക്വാമെ പെപ്ര എന്നിവരുടെ കരാർ പുതുക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് പ്രധാനമായും ശ്രമിച്ചത്. ഇതിൽ നവോച്ച സിംഗിന്റെ കരാർ പുതുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. 2025 വരെ ഉണ്ടായിരുന്ന താരത്തിന്റെ കരാർ 2028 വരെ നീട്ടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പെപ്രയുടെ കാര്യത്തിൽ ഇതുവരെയുള്ള നീക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമല്ല. 2025 മെയ് മാസത്തോടു കൂടിയാണ് പെപ്രയുടെ കരാർ ബ്ലാസ്റ്റേഴ്സിൽ അവസാനിക്കുന്നത്. ഈ കരാർ ദീർഘിപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമം നടത്തിയിരുന്നു. എന്നാൽ കരാർ പുതുക്കാനുള്ള ചർച്ചയിൽ ബ്ലാസ്റ്റേഴ്സിന് പ്രതികൂലമായാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ബ്ലാസ്റ്റേഴ്സുമായി പുതിയ കരാറിൽ ഒപ്പിടാൻ താരം ഇതുവരെ സമ്മതം മൂളിയിട്ടില്ല. താരം പുതിയ കരാറിൽ ഒപ്പിടാത്തതിൻ്റെ കാരണം വ്യക്തമല്ല. നിലവിൽ ബെഞ്ചിൽ നിന്നാണ് താരം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനാൽ കുറച്ച് സമയം മാത്രമാണ് താരത്തിന് പ്ലേയിങ് ടൈം ലഭിക്കുന്നത്. താരം പുതിയ കരാറിന് സമ്മതം മൂളാത്തതിന് കാരണം ചിലപ്പോൾ ഇതാവാം. അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് വാഗ്ദാനം ചെയ്ത കരാർ താരത്തിന് അനുയോജ്യമല്ലാത്തതുകൊണ്ടാവാം. എന്നാൽ പെപ്ര ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന കാര്യം ഉറപ്പിച്ചു പറയാനാവില്ല. താരവുമായി കരാർ ചർച്ചകൾ നടത്താൻ ബ്ലാസ്റ്റേഴ്സിന് ഇനിയും സമയമുണ്ട്. അതിനാൽ താരത്തെ കൺവിൻസ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് ഇനിയും സമയമുണ്ട്. 2023-24 സീസണിൽ ബ്ലാസ്റ്റേഴ്സിലെത്തിയ താരം ബ്ലാസ്റ്റേഴ്സിനായി ഇതുവരെ 28 മത്സരങ്ങളിൽ നിന്നായി 11 ഗോളും 5 അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട്.